ഞാൻ ഷോപ്പ് അടച്ച് വന്ന സമയമാണിത് 3 മണി. ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടിയല്ലേ, മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊർഫുഖാനിൽ സൺറൈസ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടിക്ടോക്കിലും ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള സൺറൈസിൻ്റെ വ്യൂ പോയിന്റിൽ അവിടെ പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ നിൽക്കായിരുന്നു. 4 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. 4 മണിക്ക് ഇറങ്ങി വ്യൂ പോയിന്റ് കണ്ടുവരാം എന്നുള്ള ലെവലിലാണ് ഉദ്ദേശിച്ചത്. എൻ്റെ വോയിസ് ഓവർ വലിയൊരു സുഖം ഉണ്ടാവില്ല എന്നറിയാം. ജസ്റ്റ് ഒരു വോയിസ് ഓവർ കൊടുക്കുന്നേ ഉള്ളൂ. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല. എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. രാവിലെ തന്നെ കോഫി കാര്യങ്ങളുണ്ടാക്കിയതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. മക്കളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു വ്യൂ പോയിന്റ് കാണാനുള്ള. അത് കഴിഞ്ഞ് ഒന്ന് കുളിക്കാനും പോകണം എന്നുള്ള ലെവലിലായിരുന്നു ഇറങ്ങിയത്. സ്വിമ്മിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. എല്ലാവരും റെഡിയായി വരുമ്പോൾ 4:30. 4:30 ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. വീഡിയോ എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് വീഡിയോ തലകുത്തനെയും മറിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് എടുത്തതെന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ കൊർഫുഖാനിലെത്തി. വ്യൂ പോയിന്റ് ഫസ്റ്റ് തന്നെ വ്യൂ പോയിന്റിൻ്റെ സ്ഥലത്തെത്തി. അവിടെ ജസ്റ്റ് നോക്കി. നല്ല രസമുണ്ടായിരുന്നു ഈ 3 മലകൾ. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട് സൂര്യ ഉദിക്കുന്ന സമയത്ത് വന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാന്നൊക്കെ ഉള്ള ലെവലിലാണ് വിചാരിച്ചത്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ഇതിൻ്റെ തൊട്ട് മുകളിൽ 2-3 സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോയിട്ട് വ്യൂ പോയിന്റ് ഉണ്ടാവും, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാന്നാണ്. നടന്നപ്പോഴല്ലേ കാര്യം തകിടം പറഞ്ഞതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും ഫുൾ ആക്റ്റീവായിരുന്നു. നല്ല ആക്റ്റീവിലായിരുന്നു മല കയറാൻ തുടങ്ങിയത്. വിചാരിച്ച ഒരു 10-20 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മലേൻ്റെ മുകളിലെത്തി. വ്യൂ പോയിന്റ് അവിടെ സൂര്യ ഇരിക്കുന്ന കണ്ടിട്ട് നല്ല ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 600 മീറ്റർ കയറിയപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. 600 മീറ്റർ എത്തിയപ്പോഴാണ് ഒരു ജസ്റ്റ് ഒരു ടെൻ്റ് വരെയുള്ള സ്ഥലത്തെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും മനസ്സിലായി ഇനിയും കയറാനുണ്ടെന്ന്. കയറി വീണ്ടും ഒരുപാട് ദൂരം. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കൊർഫുഖാൻ്റെ ഈ താഴ്വാരങ്ങൾ നല്ല ഭംഗിയുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. വേറെ തന്നെ ഒരു ഫീലായിരുന്നു. എന്തായാലും ഈ കാണുന്നില്ലേ, ഇവിടേക്കായിരുന്നു ശരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എത്തിപ്പെട്ടത് ഇവിടേക്കും മലമുകളിലേക്ക്, ആ വ്യൂവിലേക്കായിരുന്നു ഞങ്ങൾ. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മലകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ കഷ്ടപ്പെട്ട് കയറി ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. കല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇതുണ്ട്. പക്ഷെ മുകളിലൊക്കെ എത്തുന്നവരും ഫുള്ള് പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അതിൻ്റെ മുകളിലേക്ക്. അതൊരു യാത്ര വലിയൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല സുഖമുള്ള യാത്ര ആയിരുന്നു. മക്കളൊക്കെ കൂടി കഷ്ടപ്പെട്ട് കയറി എന്തായാലും എൻ്റെ കൂടെ. Yes, Yara. Taking. Yeah. Yara, തിരിച്ച്. Yara.
ലൊക്കേഷൻ മാറി പണി കിട്ടാന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് പണി കിട്ടല്. കുറുപ്പങ്കാലിലെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നാണ് ഞങ്ങള്. സെർച്ച് ചെയ്ത് ഗൂഗിളിൽ. സംഭവം ആ ലൊക്കേഷനിലേക്കൊന്നും ഞങ്ങൾക്ക് എത്തണ്ടേ. ആ കാണുന്ന ലൊക്കേഷനിൽ എത്തിപ്പെട്ടതോ മലമുകളിൽ. ആ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താ ഇവിടുന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് കയറാൻ തുടങ്ങിയതാ. ഇനിയും കയറാണ്ട് ആ കാണുന്ന കൊടി വരെ അവിടെ. Neha, don't go back. Go left. ഞങ്ങളതാ കുറുപ്പക്കാലിലെ ലൊക്കേഷൻ തെറ്റി വന്ന സ്ഥലമാണിപ്പോൾ ഇത്. എൻ്റെ 2 മക്കളുണ്ട് അവിടെ. ഒന്നിതവിടെ ഒന്നിതവിടെ. എൻ്റെ പൊണ്ടാട്ടി കയറി മുകളിലെത്താനായിട്ട് 1600 മീറ്റർ വരെ ഞങ്ങൾ നടന്ന് കയറിയത്. ഈ മലമുകളും കാര്യങ്ങളൊക്കെ കല്ലും മുള്ളൊക്കെ ചവിട്ടി 1600 മീറ്റർ ഞങ്ങൾ കയറി. അത് കഴിഞ്ഞിട്ട് മക്കൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. മെല്ലെ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. പക്ഷേ തോൽവി സമ്മതിക്കാതെ കയറിയ ഒരാളുണ്ട് ഇതില്. എത്ര റിസ്ക്കാണ്. അതിൻ്റെ മുകളിൽ എത്തി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു വന്ന ഒരാളുണ്ട്.